രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ വിഷയത്തിൽ കോൺഗ്രസിൽ നിന്ന് ശക്തമായ പ്രതികരണം നടത്തിയത്. അതിലൊന്ന് വി.ഡി. സതീശൻ തന്നെയാണ്. കാരണം അദ്ദേഹം പരസ്യമായി ആളുകളോട് പറയുന്നു എന്നതല്ല, പകരം ആ പാർട്ടിക്കുള്ളിൽ ഈ കാര്യത്തിൽ ഒരു നിലപാടെടുക്കുകയും ഈ സസ്പെൻഷന്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിൽ നിൽക്കുകയാണ്, ഈ സസ്പെൻഷന് കാരണക്കാരനായി അദ്ദേഹം നിലകൊണ്ടു എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ധാരാളം വനിതാ നേതാക്കൾ ഈ കാര്യത്തിൽ കർശനമായ നിലപാട് വേണമെന്നാവശ്യപ്പെടുകയും പരസ്യമായും പാർട്ടിക്കുള്ളിലും പ്രതികരിച്ചിരുന്നു. പരസ്യമായി പ്രതികരിച്ചവരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ PR സംഘവും ഈ ഹൂളിഗൻസും എല്ലാം കൂടെ കൈകാര്യം ചെയ്യുന്നതും നമ്മൾ കണ്ടു. മറ്റൊരാൾ രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയുടെ ഒരു അഭിമുഖത്തിൽ ഞാനത് ശ്രദ്ധിച്ചു കേട്ടതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ വസ്തുതാപരമാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പാർട്ടി നടപടിയെടുത്തതെന്ന്. എനിക്ക് തോന്നുന്നു അത്രയും ക്ലാരിറ്റിയോടെ വേറെ ആരും അതിങ്ങനെ പറഞ്ഞിട്ടുമില്ല. കോൺഗ്രസിൽ ഒരാൾ അത് പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യഘട്ടത്തിൽ ജോസഫ് വാഴക്കൻ ആ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. രമേശ് ചെന്നിത്തല കൃത്യമായി ഇത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ നടപടി സ്വീകരിച്ചത് എന്നുള്ളത് രമേശ് ചെന്നിത്തലയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് എന്താണ്, പാർട്ടിയിൽ എവിടെ നിന്നെങ്കിലും അല്ല രമേശ് ചെന്നിത്തല പറഞ്ഞത് തെറ്റാണ്, അല്ലെങ്കിൽ വി.ഡി. സതീശൻ്റെ നിലപാട് തെറ്റാണ്, വാഴക്കൻ പറഞ്ഞത് തെറ്റാണ്, ഈ വനിതാ നേതാക്കൾ പറഞ്ഞത് തെറ്റാണെന്ന് ആധികാരികമായി പാർട്ടി നേതൃത്വത്തിൽ ആരും പറയുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ആരോപണങ്ങൾ വസ്തുതാപരമാണെന്നുള്ള ഉറച്ച വിശ്വാസം പാർട്ടി നേതൃത്വത്തിനുണ്ട്. ഇതിലേറെ പരാതി പാർട്ടി നേതൃത്വത്തിന് മുന്നിലുണ്ട്, പല നേതാക്കളുടേതുമായ പരാതി. അപ്പോൾ ഇതിൽ ധാർമ്മികമായ ഒരു നിലപാടെടുക്കേണ്ടത് ആരാണ്? കോൺഗ്രസ്സാണ്. കോൺഗ്രസ് നേതാക്കളിൽ പലരും ധാർമ്മികമായ നിലപാട് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു, പ്രധാനപ്പെട്ട നേതാക്കൾ. പക്ഷേ ഒരു സംവിധാനം എന്ന നിലയ്ക്ക് അത് എടുക്കാൻ പറ്റാതെ വരുന്നതിന് കാരണം എന്താണ്? ഇതിനേക്കാൾ വലിയൊരു നേതാവ് പിന്തുണയുമായി രംഗത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഒരു സംശയവും വേണ്ട, എല്ലാവരും സംശയിക്കുന്നത് കെ.സി. വേണുഗോപാലിനെ തന്നെയാണ്. കാരണം ഇവർ കെ.സി. വേണുഗോപാലിൻ്റെ ഗ്രൂപ്പാണ് ഇപ്പോൾ ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഉറച്ച ഒരു പിന്തുണയുള്ള നേതാവിൻ്റെ ഉറച്ച പിന്തുണയുള്ള ഒരാളെ എങ്ങനെയാണ് തൊടുക എന്നുള്ള ഭയമുണ്ട്. ഒരുപക്ഷെ ആ ഭീതി കൊണ്ടായിരിക്കും വി.കെ. ശ്രീകണ്ഠനൊക്കെ ഇങ്ങനെ വാലെ കടിച്ച് പുറകെ നടക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടുള്ള അത്യുത്സാഹം വി.കെ. ശ്രീകണ്ഠൻ കാണിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതുതന്നെയായിരിക്കും. കാരണം ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. അപ്പോഴൊക്കെ ഈ തഴയപ്പെടാതെ പോകണമെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട നേതാവിനെ വാലി പിടിക്കണം എന്നുള്ളതായിരിക്കും അവസ്ഥ. എനിക്കറിയില്ല. എന്തായാലും അയാൾക്കടക്കം ഈ ബോധ്യം ഉണ്ടാവേണ്ടതാണല്ലോ ഈ കാര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഇതിലിവരെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മളടക്കം പറഞ്ഞു വളരെ ശക്തമായ നിലപാട് കെ മുരളീധരൻ സ്വീകരിച്ചു എന്ന്. പക്ഷേ എനിക്കതിനകത്ത് അത്ര ശക്തമായ നിലപാടാണെന്ന് തോന്നുന്നില്ല. അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യുക്തി തന്നെയാണ് കെ മുരളീധരനും പറഞ്ഞത്. എന്താണ്? പരാതി സർക്കാർ നടപടി സ്വീകരിക്കട്ടെ, അത് കഴിഞ്ഞ് പാർട്ടി നടപടി സ്വീകരിക്കാമെന്ന്. അതെന്ത് വിചിത്രമായ ന്യായമാണ്. കാരണം ഇവിടെ വന്ന് നിൽക്കുന്നത് സനീഷ് എന്താണ്? ഈ നിൽക്കുന്നതെല്ലാം കുറേ ആരോപണങ്ങളാണോ? അല്ല, ആരോപണങ്ങളേ അല്ല. ആരെങ്കിലും ഇവിടെ ആരോപണം ഉന്നയിച്ചത് ആദ്യം ആ നടി ആരോപണം ഉന്നയിച്ചത് ഒഴിച്ചാൽ അങ്ങനെ ആരോപണങ്ങളല്ല, തെളിവുകളാണ്. ഇത് സമാനതകളില്ലാത്ത ഒരു സംഭവമാണ്. ഇങ്ങനെയല്ല സാധാരണ ഒരു വിഷയം വരിക. ആരോപണങ്ങളുടെ രൂപത്തിൽ വരും, പിന്നീട് അതിന് ചില തെളിവുകൾ വരും. ഇതങ്ങനെയൊന്നുമല്ല, ശബ്ദിക്കുന്ന തെളിവുകളാണ് ഇവിടെ മുന്നിലുള്ളത്.